இவ்வளோ அசிங்கமா இவ்வளோ அசிங்கமா யாரும் பேச மாட்டாங்க. மாய்விடு. അമ്മയുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നല്ലോ, നിനക്ക് പനി വന്നാലും വീടിന്റെ പുറത്ത് ഹോംവർക്ക്. പൃഥ്വിരാജിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ. അത് തന്നെയാണ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നജീബിനെയല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടത്. വേറെ കോമൺ ഉണ്ട്, ഡാൻസ് ചെയ്തും ചെയ്തു മാത്രമല്ല കാലോടിക്കുകയും ചെയ്തു. ഞാനും അമ്മയും തമിഴ് സംസാരിക്കുമ്പോ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ആയിട്ട് പുണ്യ മാം വരുന്ന അന്ന് ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? അജന്. ഇന്ദ്രൻ ആ കരിയറിന്റെ ഏറ്റവും ഈ പറഞ്ഞ തുടക്കത്തിൽ ആ ഒരു മൊമെന്റം, നമ്മളെ പ്രൊഫൈൽ ബിൽഡിംഗ് ടൈം, ക്ലാസ്മേറ്റ്സും സെൻസ് ഓഫ് ഹ്യൂമർ. അമ്മ അതിഗംഭീരമായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന. ഞാൻ എപ്പോഴും രാജുവിനോട് പറയുന്നത്, ദ വേൾഡ് ഇസ് പ്രൗഡ്. ഐ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും രാജുവിനെ കുറിച്ച് ആലോചിച്ച് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ തമിഴ് പറയുമ്പോൾ എന്റെ അമ്മമ്മ പറയുമ്പോൾ ഉണ്ടാതിരിക്കാൻ. പൃഥ്വിക്കും ഇന്ദ്രനും ഇത് അറിയില്ല സ്വാഭാവികമായിട്ട്. അപ്പൊ പൃഥ്വി ആ ഉറുമിയുടെ ലോഞ്ചിന്റെ സമയത്ത് സന്തോഷനെ പരിചയപ്പെടുമ്പോൾ തുടങ്ങി. മാറാത്ത ഒരേ ഒരാളോ വേറെങ്ങനെ തുറക്കുകയും, അതായത് ഒരു കട്ടിൽ ഒരു മുറി. സോ ഹായ് ഹലോ വിവേഴ്സ്, ദിസ് ഇസ് ഫിലിമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വെരി സ്പെഷ്യൽ പൂർണ്ണിമ ഇന്ദ്രജിത് ആൻഡ് നമ്മുടെ ഷാനവാസിക്കാണ് ഡയറക്ടറായിട്ടുള്ള ഒരു മുറി ഒരു കട്ടിൽ. അതോ ഒരു കട്ടിൽ ഒരു മുറിയോ, എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ തുടങ്ങാം? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. നോർമലി നമ്മൾ മലയാളത്തിൽ പറയുമ്പം അതിന്റെ പ്രയോഗം ഒരു മുറി ഒരു കട്ടിലാണ്. ഇത് രഘുനാഥ് പലേരിയൻ സിനിമയാണ്. അപ്പം അദ്ദേഹം എപ്പോഴും ഇപ്പം മൈഡിയർ കുട്ടിച്ചാത്തല് കണ്ടിട്ടില്ലേ, നമ്മൾ തല കുത്തനെ കുട്ടികള് നടക്കണൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ചിന്തിക്കുന്ന ആളുടെ അപ്പൊ അദ്ദേഹം കട്ടിലാണ്, ഒരു കട്ടിൽ ഒരു മുറി എന്നുള്ളതാണ്. ഇപ്പോൾ മാം, ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു വേൾഡ് ആണല്ലോ. കാരണം ഇപ്പോൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ സക്സസ് ആവും അല്ലെങ്കിൽ എങ്ങനെ സക്സസ് ആവുമെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ അല്ലാത്ത സ്ഥലം. ഇപ്പോഴും ചില ക്യാരക്ടേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ചില അൺസർട്ടനിറ്റീസ് ഉണ്ടോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ? അൺസർട്ടനിറ്റി എല്ലാത്തിനും ഉണ്ട്. സിനിമയിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് എൻ്റെ സത്യം. ബാക്കി എനിക്ക് തോന്നുന്നു അൺസർട്ടനിറ്റി, നമുക്ക് അൺസർട്ടനിറ്റി നോക്കി കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. നമുക്ക് ഒരു കംഫർട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ, പിന്നെ നമുക്ക് ചാലഞ്ചിങ് ആകും എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ, പിന്നെ ആ സ്കൂൾ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ സ്കൂൾ എങ്ങനെയായിരിക്കും, നമ്മളെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരായിരിക്കും, അത് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. കമേഴ്ഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ അതും കുറേ സെഗ്മെൻറ്റ്സ്, കുറേ ബോക്സസ് ടിക്ക് ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പം അങ്ങനത്തെ എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്ന ഒരു സിനിമയില്ല. കാരണം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അറിഞ്ഞൂടെ എന്താണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്ന കാര്യം എത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ശരിക്കും എൻ്റെ കഥാപാത്രത്തിനെ എന്നെക്കാളും ഉപരി മുകളിൽ നോക്കി അയ്യോ ഞാൻ അതിലോട്ട് എത്താൻ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റ്ലി കണക്ട് ആവുക. കാരണം അതൊരു ചലഞ്ചിങ് പ്രോസസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിൽ ടീം നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. അത് തന്നെയാണ് ആദ്യം നോക്കുന്നത്. ഇപ്പൊ ഈ തമിഴ് മദർ ടങ് ആയിട്ടുള്ള ഒരാളാണ്, തമിഴിലൊരു ക്യാരക്ടർ എനിക്ക് തമിഴിൽ നിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ കോലങ്ങളെ പെട്ടെന്ന് ഓർമ്മ തന്നെ. ഈ കോലങ്ങളിൽ ഒരു BGM ഉണ്ടായല്ലോ തുടക്കത്തിൽ, ഭയങ്കര പോപ്പുലർ ആണ്. അതൊരു തമിഴ്നാട്ടില് നാഷണൽ ആന്തം പോലെ ഓടിയ ഒരു ടൈറ്റിൽ സോങ് ആണ്. 7 വർഷം പോയി സീറ്റില്ല. ആദി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ സിനിമയിലേക്ക് പൂർണ്ണിമയെ കാസ്റ്റ് ചെയ്യണ വരെ എനിക്ക് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പൂർണ്ണിമയുടെ മറ്റേ മദർ ടങ് തമിഴ് അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഞങ്ങള് ഈ സിനിമയില് പലേരി സാറ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് എന്നെ ഏൽപ്പിച്ചപ്പോൾ അക്കമ്മ ആരാവും എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ രണ്ടാൾ, ആരാ അക്കമ്മ? അപ്പം നമ്മളിങ്ങനെ പല മുഖങ്ങളെയും മലയാളത്തിൽ നമ്മൾ കണ്ട പല ഫെമിലിയർ ഫേസുകളെയും ആലോചിച്ചപ്പം അവർ ചെയ്ത വീണ്ടും അവർ ചെയ്ത കഥാപാത്രത്തിൽ ഒരാളെ ആവുള്ളൂ. അപ്പം വേറെ ആളെ നമുക്ക് ആലോചിക്കാം. അപ്പം ആരും ഞങ്ങളെ തലേ വരുന്നില്ല. ഒരു ദിവസം ആണ് യാദൃശ്ചികമായിട്ട് പൂർണ്ണിമയുടെ ഇൻസ്റ്റയിൽ സ്റ്റോറിയല്ല റീല് കാണുന്നത്. ബാബുരാമൻ എന്ന് പറഞ്ഞ പാട്ടിന് പൂർണ്ണിമ ഇങ്ങനെ ഇരുന്ന് കസേരയിൽ ഇരുന്ന് ആടുന്നു. ഞാൻ അപ്പം ഉറപ്പിച്ചു ഇത് അക്കമ്മ. ഞാൻ സാറിന് അയച്ചു കൊടുത്തു ലിങ്ക്. സാറിന് പറഞ്ഞു ശരി പൂർണ്ണിമയാണ് നമ്മുടെ അക്കമ്മ. അപ്പോൾ ഞങ്ങൾ എത്തണ വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പൂർണ്ണിമയ്ക്ക് തമിഴ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്, തമിഴ് കൾച്ചർ ഉണ്ട്, ഇതൊന്നും അറിയില്ലായിരുന്നു.
അപ്പം അത് കൃത്യമായി അതിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും ഈ കോലങ്ങളല്ലേ ഭയങ്കരമായിട്ട് തമിഴ് പിന്നെയും ഭയങ്കര യൂസ്ഡ് ആക്കിയത് കുറച്ചുകൂടെ ഒക്കെ. തമിഴിൽ ഞാൻ ആകെ കൂടെ കോലങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു 3 വർഷമാണ് ഞാൻ കോലങ്ങളായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അവസാനത്തെ 3 വർഷം, 7 വർഷങ്ങളിൽ അവസാനത്തെ 3 വർഷം. ഡ്യുവൽ ക്യാരക്ടർ കറക്റ്റ്. ഡ്യുവൽ ക്യാരക്ടറാണ്. ഒരു സിറ്റി വേർഷനും ഒരു ഗ്രാമം ചെന്തമിഴ് നാട്ടുകാരിയായിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു അത്. ഒന്ന് മാതൃഭാഷയിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഇപ്പോൾ എനിക്ക് നമ്മളിവിടെ സംസാരിക്കുന്ന പോലത്തെ തമിഴൊന്നും അല്ല ആക്ച്വൽ തമിഴ് അല്ലേ. ഓരോ ക്യാരക്ടറിന് ഉദ്ദേശിച്ച രീതിയിൽ ആ തമിഴിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര പ്രോസസ്സായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ആലോചിച്ച് വെക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രാർത്ഥനയായ ശേഷമാണ് ഞാൻ കോലങ്ങൾ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അഭിനയം കുറച്ച് വിട്ടു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും എനിക്ക് അഭിനയിക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നിയിരിക്കുന്നത് ശരിക്കും കോലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോഴത്തേക്കും ഞാൻ നക്ഷത്രയെ പ്രഗ്നന്റ് ആയി. കോലങ്ങൾ സീരിയൽ അവസാനം കാണണ്ട, മേനക എന്ന് പറയുന്ന കഥാപാത്രം പ്രഗ്നന്റ് ആയി കുഞ്ഞാവുന്നത്, അതെല്ലാം എൻ്റെ ആക്ച്വൽ പ്രഗ്നൻസിയിൽ ഷോ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ചാലും ഒരു ലോങ് ഗ്യാപ്പ് തന്നെ വന്നു. കാരണം ബിസിനസ് തുടങ്ങി, പിന്നെ അതിന്റെ തിരക്കിലായിപ്പോയി എല്ലാം. സോ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊലങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒന്ന് ഇവിടുന്ന് അവിടെ പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന സംഭവം. രണ്ടാമത്തെ കാര്യം, പരിചയമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ്. എങ്ങനെ ഇതെടുക്കോ ട്രാവൽ ചെയ്യുന്നത്? എവറി മന്ത് ഓൾമോസ്റ്റ് 2 ദിവസം 2 പ്രാവശ്യം 8 ദിവസം വെച്ച്. അത് കുഞ്ഞുണ്ട് കയ്യില്, പ്രാർത്ഥനയുണ്ടല്ലോ കയ്യില്. അപ്പൊ അങ്ങനെയാണ്. സെറ്റിൽ കൊണ്ടുപോകില്ലായിരുന്നു. തൊട്ടടുത്ത മിക്കപ്പോഴും ഷൂട്ടിങ്ങിന്റെ തൊട്ടടുത്തുള്ള അവര് പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര കംഫർട്ടബിൾ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. അപ്പോൾ മോള് കൂടെ വരും. കാരണം കുഞ്ഞിനൊരു എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ചെറിയ ആൾ പ്രാർത്ഥന ആദ്യമായിട്ട് ഞാൻ തമിഴ് സംസാരിക്കാനൊക്കെ കാണുന്നത്. കാരണം കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, അപ്പോൾ അതുവരെ വീട്ടിൽ മലയാളമല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും തമിഴ് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അത് ഭാഷ പഠിച്ചു തരുന്നില്ലേ കുട്ടി. അതിന്റെ ഇടയിൽ കുട്ടിക്ക് ഇത് എന്തൊക്കെ ഞാൻ പഠിക്കണം. വീട്ടില് മലയാളം അമ്മ ഇടയ്ക്കിടയ്ക്ക് വേറെ ലാംഗ്വേജ് ഒക്കെ പറയണ്ടല്ലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ആയത്. കാരണം ക്യാരിങ് ഭയങ്കര നെഗറ്റീവ്. ആദ്യം മേനക എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി നെഗറ്റീവ് റോൾ ആയിരുന്നു. പക്ഷെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. സിറ്റി ബോൺ കോർപ്പറേറ്റ് ചിന്തയുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് എല്ലാരും ഭയങ്കര കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് അതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ഘട്ടത്തിലാണ് അച്ഛനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫുള്ളി ബ്ലോൺ സ്റ്റമക്ക്, കയ്യിൽ ഒരാൾ ഒക്കത്തെ ഒരാൾ എന്നുള്ള രീതിയിലാണ് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ടുവേർഡ്സ് എൻ്റെ ഡെലിവറി അവർ ഫുൾ ടീം ഇവിടെ വന്ന് ഇവിടെയായിരുന്നു. പിന്നെ കുറച്ചു കാലം ഷൂട്ടിംഗ് സെറ്റൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് കുറച്ച് വീക്സ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ദ്രനൊപ്പം ഓൺ ദി അതർ സൈഡ് ഭയങ്കര ഷൂട്ടിലും ഇന്ദ്രന ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പോലുമില്ല. അത്രയും ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന കുറച്ച് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടിംഗ് ലൊക്കേഷൻ സെറ്റിൽ പോയി കാണുന്ന ഒരു ഫേസാണ്. കാരണം ഇന്ദ്രൻ ആ കരിയറിൽ ഏറ്റവും ഈ പറഞ്ഞ തൊട്ടക്കത്തിൽ ആ ഒരു മൊമെന്റം, നമ്മളെ പ്രൊഫൈൽ ബിൽഡിംഗ് ടൈം, ക്ലാസ്മേറ്റ്സ് ഇഷ്ടംപോലെ സിനിമകൾ ആ സമയത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കിസ്മത്ത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷെ അതിന് ഈ വിതരണക്കാരെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രഗിളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഓരോ ഡയറക്ടർ ഇവോൾവ് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ശരിക്കും ഇപ്പോ എങ്ങനെയാ ഇപ്പോ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേജ് റിലീസിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇപ്പൊ തൊട്ടപ്പം കഴിഞ്ഞു, 3rd സിനിമയാണല്ലോ. ഓരോ സിനിമയ്ക്കും ഓരോ ടെൻഷനാണ്. ഇപ്പം കിസ്മത്തിൻ്റെ ടെൻഷനല്ല തൊട്ടപ്പൻ്റെ ഞാൻ എന്ന ഡയറക്ടർ നേരിട്ടത്. ഒരു കട്ടിലിൽ ഒരു മുറിയിലേക്ക് എത്തുമ്പോൾ അതല്ല. അപ്പം മൂന്ന് തരത്തിലാണെങ്കിലും എല്ലാ സിനിമയുടെയും മേക്കേഴ്സിന് അതാത് സിനിമയ്ക്കുള്ളിലുള്ള പെയിൻ അവർ കൊടുക്കുന്ന ഒരു എഫേർട്ടൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാനും
ഇവിടെ ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ 4ാമത്തെ സിനിമ ചെയ്യുമ്പോൾ വേറൊരു സാധനമായിരിക്കും. ഇതൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ വേറൊരു സാധനം നോക്കുമ്പോൾ അതിലും ഉണ്ടാവും അത്തരം പ്രതിസന്ധി. ശരിക്കും ഒരു കട്ടിലൊരു മുറി അല്ലായിരുന്നല്ലോ ഫസ്റ്റ് ടൈറ്റില്? അത് ഞങ്ങളിങ്ങനെ പല ആലോചനകളും ഉണ്ടായി. ഇതിന്റെ ടൈറ്റിൽ സ്ക്രിപ്റ്റ് തുടങ്ങിയ സമയത്ത് ഇത് തന്നെയായിരുന്നു. അപ്പം ഈ ടൈറ്റിൽ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ ഉണ്ടായി. ഫൈനലി ഞങ്ങളെല്ലാരും ഇതില് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ഈ ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞത് പൂർണിമയായിരുന്നു. കാരണം ഞാൻ എന്റെ കോർ മെമ്മറി സിനിമയെ കുറിച്ച് ഷാനവാസും പലേരി സാറും കൂടെ വന്ന് കഥ പറയാനിരിക്കുക എന്റെ വീട്ടിലെ ഊണേശ്വരിന്റെ അപ്പുറത്ത്. ആ ബുക്ക് സാർ ഇങ്ങനെ തുറക്കുകയും, അതായത് ഒരു കട്ടിൽ ഒരു മുറി, ആ ഒരു തുടക്കം ഭയങ്കര എനിക്ക് നല്ലൊരു ഫോർ മെമ്മറി ആയിട്ടായിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമുക്ക് പേര് പൂർണിമ നമുക്ക് ഇങ്ങനെ നോക്കിയാലോ. ഞാൻ പറഞ്ഞു എന്തിനാണ്? പൂർണിമയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പൂർണിമ ഭയങ്കര നിർബന്ധം പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, എനിക്കും സാറിനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടിയും അതൊരു വേറെ പേരായാലോ എന്നൊക്കെ ആലോചിച്ചു. ഈ സിനിമയുടെ പേര് ഇത് വരാനാണ്. പക്ഷെ യോഗം മാത്രമല്ല, ബേസിക്കലി ഈ സിനിമയുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയ ടൈറ്റിൽ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓഡിയൻസിന് മനസ്സിലായി എന്തിന് ഈ സിനിമയ്ക്ക് ഒരു കട്ടിൽ ഒരു മുറി എന്ന് പേരിട്ട്. അത് വളരെ ആപ്റ്റാണ്. ഈ രഘുനാഥ് സാറിന്റെ സിനിമകൾക്ക് ഈ കാസ്റ്റിംഗിൽ ഭയങ്കര പെക്യുലാരിറ്റി ഉണ്ടല്ലോ. കാരണം നമ്മൾ വിചാരിക്കാത്തൊരു സെറ്റ് ഓഫ് കാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സിമിലർ ആയിരിക്കും, പക്ഷെ അവരുടെ ആർക്ക് ഭയങ്കര ഡിഫൈൻഡ് ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും നമ്മൾ ടെക്നിക്കലി കാണുമ്പോഴാണെങ്കിലും അല്ല. ശരിക്കും ഇത് ഒരു കട്ടിൽ ഒരു മുറിയിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാസ്റ്റിംഗിൽ ഫസ്റ്റ് അട്രാക്ട് ചെയ്ത പോയിന്റ് ഈ പറഞ്ഞ പോലെ ക്യാരക്ടറൈസേഷൻ ആണോ? അല്ല, കാസ്റ്റിംഗിന്റെ കാര്യം തീർച്ചയായിട്ടും ഫിലിം മേക്കേഴ്സ് തന്നെയാണ് പറയേണ്ടത്. അല്ല, ഈ കാസ്റ്റിംഗ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ഇപ്പം ഞാൻ പേഴ്സണലി ആലോചിക്കുന്നത് എപ്പോഴും എൻ്റെ സിനിമയിൽ ഇപ്പം തൊട്ടപ്പനാണെങ്കിലും കിസ്മത്താണെങ്കിലും എപ്പോഴും കുറച്ച് വ്യത്യസ്തമായ ഫേസുകൾ എപ്പോഴും വന്നാൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ ആദ്യം തിരക്കഥ കിട്ടിയിട്ട് ഞങ്ങൾ ആദ്യത്തെ കാസ്റ്റിംഗ് ആണ് എൻ്റെ അടുത്തിരിക്കുന്ന പൂർണിമ. ഈ സിനിമയിൽ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യുന്ന പൂർണിമയാണ്. പൂർണിമയുടെ കാസ്റ്റിംഗ് മാത്രമേ ഈ സിനിമയിൽ മാറാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി കഥാപാത്രങ്ങളൊക്കെ ആക്ടേഴ്സ് മാറിയിട്ടുണ്ട്. കഥാപാത്രങ്ങളെ ഞങ്ങൾ ആലോചിച്ച നടന്മാരൊക്കെ മാറിയിട്ടുണ്ട്. മാറാത്ത ഒരേ ഒരാളുള്ളൂ പൂർണിമ ഇന്ദ്രിയത്ത്. കാരണം പൂർണിമയ്ക്ക് ബദലായിട്ട് നമുക്കൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പറ്റിയില്ല. അത്ര കണ്ട് ഞങ്ങളത് ഞാൻ പൂർണിമയിലൂടെ അക്കമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൂർണിമയിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു സപ്പോർട്ട് ഉണ്ട്. ഈ തിരക്കഥ വായിച്ച മുതൽ ആ കഥാപാത്രത്തിനെ അവർ ഉൾക്കൊണ്ട രീതി, സംസാരിച്ചത്, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ പൂർണിമ പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പറയുന്നത് മനസ്സിലാവുന്ന ഒരു ആക്ട്രസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലാതെ ഭയങ്കര ഒന്നും മനസ്സിലാവാത്ത ഒരാളായിട്ട് നിന്നുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത നരേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിന്റെ അപ്പുറത്തേക്ക് അവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ കൊണ്ട്. അപ്പൊ ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഇപ്പൊ ഹക്കീമിനെ ഞാൻ പ്രണയവിലാസം കണ്ടിട്ടാണ് ഹക്കീമിനെ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഹക്കീമിനെ അതിന് മുമ്പ് ഞാൻ കടൈസിലെ ബിരിയാണി കണ്ടിട്ടുണ്ട്. പക്ഷെ ഹക്കീം മലയാളിയാണെന്നോ പക്ഷേ ഇയാളെ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പ്രണയവിലാസം കണ്ടപ്പോഴാണ് കണ്ടത്. പല നായികമാരെയും നമ്മൾ ആലോചിച്ചപ്പോൾ അവസാനമാണ് വീണ്ടും പ്രിയംവദ എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് കോൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും ഒന്ന് ഓഡിയേഷന് വന്നോട്ടെ, ഞാൻ ഒന്നുകൂടെ ഓഡിയേഷൻ. അതൊരു സൈക്കോളജിക്കൽ മൂവാന്നുള്ളത് പിന്നെ മനസ്സിലായത്. പക്ഷെ ആ ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് രസിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കാസ്റ്റിംഗ് കോൾ എന്തിന് നീ ഓഡിയേഷൻ ഉണ്ടാവും. കാരണം എൻ്റെ ഒരു പടത്തിൽ ഒന്നാകെ അഭിനയിച്ച് സ്റ്റേറ്റ് അവാർഡും വാങ്ങിച്ചു, ഇനിയൊരു നീ തന്നെയാണ് നമ്മുടെ നായിക. അങ്ങനെ ഓരോരുത്തർ. ഇപ്പം ഷമി തിലകൻ, എനിക്ക് ഷമിച്ചേട്ടനെ ആയിട്ട് ഇതിൽ അച്ഛൻ വളരെ വ്യത്യസ്തമായ ഒരു അച്ഛനാണ്. വിജയരാഘവൻ ചേട്ടൻ, ജാഫർ ഇടുക്കിയുണ്ട്, ജനാർദ്ദൻ ചേട്ടനുണ്ട്, സാർ ഒരു ഗംഭീര കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. സാർ ഇതുവരെ കാണാത്തൊരു തൊട്ടപ്പല്ലായിരുന്നു. തൊട്ടപ്പല്ല് ഇതേപോലെ സാറിന്റെ ഒരു ഫാൻ ബോയ് ആണ് ബേസിക്കലി. എന്റെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ചോദിച്ചാൽ 5 സിനിമയിൽ ചോദിച്ചാൽ ആദ്യത്തെ 5 സിനിമയിൽ ഒരു സിനിമ പൊന്മുട്ടിടുന്ന താറാവാണ്. അപ്പം ഞാൻ സാറെ എത്രയോ വട്ടം വിളിച്ചിട്ടുണ്ട്. പുള്ളി എനിക്ക് ഈ കാണാനുള്ള അവസരം തന്നില്ല. ഇങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ തൊട്ടപ്പൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുക. ഞങ്ങൾ ആ മീറ്റിങ്ങിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് അദ്രുമാൻ. അപ്പൊ അതിൽ ഭയങ്കര രസമുണ്ടായിരുന്ന ഒരു അനുഭവം എന്താ വെച്ചാൽ, തൊട്ടപ്പൻ തിയേറ്ററിൽ നിന്നൊക്കെ വിട്ടു പോയിട്ട് ലുലുമാളിൽ ഞാനും സാറും കൂടെ ഒരു സിനിമ കാണാൻ പോയി. ഞാൻ സാറും കൂടെ അപ്പോൾ പോകുമ്പോൾ ഒരു ഫാമിലി ഓടി വന്നിട്ട് സാറോട് വളഞ്ഞു,
സാറ് തൊട്ടപ്പല്ല കണ്ണ് കാണാത്ത ആളായി. എനിക്ക് ഭയങ്കര ലജ്ജ തോന്നി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടവും തോന്നി. കാരണം ഇത്രയും ലെജൻഡറി ആയ ഒരു മനുഷ്യൻ 1 മുതൽ 0 വരെ പിറവി എഴുതിയ, വാനപ്രസ്ഥം എഴുതിയ, അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താറാവ്, അത് തുടങ്ങി മേലപ്പുറമാട് പിൻഗാമിയൊക്കെ എഴുതിയൊരു മനുഷ്യനെ തൊട്ടപ്പല്ല. അപ്പോഴും ഈ അഭിനേതാക്കൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, ആ പ്രിവിലേജ് സാറിന് കിട്ടിയത് രസമായിരുന്നു. അത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നല്ലോ, നിനക്ക് പനി വന്നാലും അല്ലെങ്കിൽ നിനക്ക് എന്ത് വയ്യായ്ക വന്നാലും സ്കൂള് മുടങ്ങിയാലും കുഴപ്പമില്ല, ഡാൻസ് മുടങ്ങരുത്. സ്റ്റിൽ അതുണ്ടോ? അവര് അമ്മ എന്റെ കൈ ഒഴിഞ്ഞു. അല്ല, അതിന് നന്നായിട്ട് ഡാൻസ് ചെയ്തു. ഇതിൽ അതാ ഞാൻ ചോദിക്കാനുള്ള കാരണം. അത് വേറെ കോമൺ ഉണ്ട്, ഡാൻസ് ചെയ്തു മാത്രല്ല കാലോടിക്കുകയും ചെയ്തു. ചെറിയ എനിക്ക് ഒരു ചെറിയ ഇഞ്ചുറി ആയിരുന്നു, നീ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കോമഡി ആയിരുന്നു. ഞങ്ങള് ഷൂട്ട് ചെയ്തിരുന്നത് എങ്ങനെയാ അറിയോ, 5ാമത്തെ നിലയിലാണ് അക്കമ്മയുടെ വീട്. അപ്പൊ അവിടെ ലിഫ്റ്റ് ഇല്ല ഷൂട്ട് ചെയ്തിരുന്നത്, പഴയ കൈൻഡ് ഓഫ് മറ്റേ പഴയ ഫ്ലാറ്റുകളിൽ. ആ ഒരു കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. അങ്ങനെ ഈ കറക്റ്റ് ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന ആ ദിവസം എന്റെ നീ ട്വിസ്റ്റായി ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ അവസാനം കാസ്റ്റ് ഇടേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഷൂട്ട് എനിക്ക് അതിന് കറക്റ്റ് എപ്പോഴും ഓർമ്മയുണ്ട്. ആക്ച്വലി സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 15 വരെയാ ഡേറ്റ്. എനിക്ക് 16 തൊട്ട് വേറെ ഷൂട്ടിങ് ഡേറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഇതിപ്പോ നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അല്ലെങ്കിൽ സിനിമയിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഭയങ്കര വലുതാണ് അല്ലേ. അപ്പൊ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ഇപ്പോൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എനിക്ക് ടെൻഷനായി. അവസാനം ഞാൻ പറയാൻ വന്ന വിഷയം തന്നെ, 5 നിലയിൽ എന്നെ ഞാൻ ചെയറിലിരുന്നോണ്ടാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതും എനിക്ക് ചമ്മല. ഞാൻ പറഞ്ഞു പ്ലീസ് നടക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കാരണം ഇനി അത് കോംപ്ലിക്കേറ്റഡ് ആവാതെ നമുക്ക് പിന്നെയും അവർക്ക് മുന്നോട്ട് പോകണ്ടല്ലേ. പക്ഷെ പിള്ളേരൊക്കെ റെഡി ആയിരുന്നു. അവര് ചെയർ പൂർണിമ കാർ ഇറങ്ങിയ ചെയർ താഴെ അവർക്കത് ഉത്സവമായിരുന്നു. വളവ് തിരിയുമ്പോ ഫോൺ വരും, ചെയർ റെഡിയാണ്. ഞാൻ എന്തൊരു ചമ്മലായിരുന്നു അറിയോ എനിക്ക്. ഞാൻ ആ ഫ്ലാറ്റിൽ വേറെ കുറെ ആൾക്കാർ താമസിക്കേണ്ടതേ അവിടെ. അവരെല്ലാരും വിചാരിക്കുമ്പോ സ്ത്രീക്ക് എന്തൊരു അഹങ്കാരാണ്, ചെയറിലെടുത്ത് 4 പേരെടുത്ത് അവർക്ക് നടന്ന് കയറി അറിവൊന്ന് ചോദിച്ചോ? അല്ല ഉണ്ടോ ഡാൻസ് ശരിക്കും അപ്പൊ ഇങ്ങനെ കളിച്ചപ്പോ ഈ പറഞ്ഞ കളിച്ചു നന്നായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്തോ കുറെ വർഷം കഴിച്ചല്ലേ സ്ക്രീനിൽ ഒരു ഡാൻസ്? ക്ലാസിക്കൽ എന്ന രീതിയിൽ കുറെ വർഷത്തിന് ശേഷം തന്നെയാണ് ചെയ്യുന്നത്. അതൊരു ഞാൻ ആക്ച്വലി ഈ പാട്ടാണ് ആദ്യം കഥ കേട്ട് കഴിഞ്ഞതിന് ഉടനെ തന്നെ പാട്ടാണ് അദ്ദേഹം അയച്ചു തന്നത്. അവിടെ നിന്നും പാട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അതിന്റെ സോള് മാറിയിട്ടില്ല സംഗീതത്തിന്റെ. അപ്പോൾ ആ സോങ്ങിൽ ഇങ്ങനെ ഒരു മൂമെന്റ്സും ഇങ്ങനെ ആ സോങ് ഈ സ്ത്രീയുടെ ഉള്ളിൽ അവരുടെ ആത്മാവ് പോലെ തന്നെ ചേർന്ന് കിടക്കുന്നതാണ് ഈ ഗാനം, ഈ സംഗീതം. അപ്പോൾ ആ ഒരു യൂഫോറിക് ആയിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് എന്ന് കഥ പറയുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ക്ലാസിക്കൽ, ഭയങ്കര ക്ലാസിക്കൽ ഈ പെർഫോമൻസ് ബ്രില്യൻസ് വരേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, മൂവ്മെന്റ്സ് ആയിട്ടാണ് സാറും ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ തന്നെ ഹോംവർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് അന്നത്തെ ദിവസം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വന്നു, കാല് ഇഞ്ചേർഡായി. അപ്പൊ ഹെവി മൂവ്സ് ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാൽ പാട്ടിന് അതിന്റെ ആവശ്യമില്ല താനും. ഇപ്പൊ അത് തിരിഞ്ഞു നോക്കുമ്പോ വളരെ കൃത്യമായിട്ട് ഇതിലും ഭേദമായിട്ട് അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ പെട്ടെന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് തീർക്കും. നല്ല രസമായിരുന്നു ആ പ്രോസസ്. ഈ ബുട്ടിക്കും തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഈ പറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഈ ഞാൻ കാണുന്ന മൊത്തം ഈ ഭയങ്കര ഹെവി വെയിറ്റ്സ് ആയിട്ടുള്ള ഹെവി വെയിറ്റ് അല്ലാന്ന് ഈ ക്യാൻ അടിയിൽ ഈ ഫ്ലെയർ തോന്നിക്കുന്ന സാധനത്തിന്റെ അടിയിലെ ക്യാൻ എന്നാ പറയാ. അപ്പൊ എനിക്ക് ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് അയ്യോ കുട്ടികളുടെ ഉടുപ്പ് ഭയങ്കര അൺകംഫർട്ടബിളും ആണ് അവർക്കത് ഇടാനൊക്കെ. അപ്പൊ ആ സമയത്ത് ഒരു ഓൺ എ റെഗുലർ ബേസിസ് ഇത് ചെയ്തു തുടങ്ങി അപ്പോഴാണ്, മോളുടെ ഉടുപ്പുകൾ ചെയ്യുന്ന സമയത്താണ്. അവൾക്ക് വേണ്ടി ഇടാനുള്ള സാധാരണ കോട്ടൺ ആയിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ഞാൻ ഫ്രണ്ട്സിന്റെ കുട്ടികൾക്ക് ചെയ്യാൻ തുടങ്ങി, ഫ്രണ്ട്സിന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്നാണ് കുറേയൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക്
കാരണം ശരിക്കും അഭിനയം എൻ്റെ ഉള്ളിൽ ഉണ്ട്, അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അഭിനയം വിട്ട് കാണും എന്നൊരു ചിന്ത ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ടൊരു ഓഫേഴ്സും വന്നില്ല, അങ്ങോട്ട് ഞാൻ പോയി ചോദിച്ചതുമില്ല. അത് എൻ്റെ ഭാഗത്തുനിന്നുണ്ട് കേട്ടോ. അത് എനിക്ക് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ കുറച്ചുകൂടെ ഓപ്പൺ ആവുള്ളൂ അല്ലേ. ഇറ്റ്സ് ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. അപ്പം അങ്ങനെയാണ്. ബട്ട് എനിക്ക് എപ്പോഴും ബിസി ആയിട്ടിരിക്കാനാണ് താല്പര്യം. അത് എന്നെ ആക്റ്റീവായിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് ത്രൈവ് ചെയ്യുന്നത് ആക്റ്റീവായിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിൽ വരുന്നതും. കാരണം അതൊരു പ്രോപ്പർ ഫുൾ ഫ്ലെഡ്ജ് ബ്രാൻഡായിട്ട് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് സമയമെടുത്ത് ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഇൻഫാക്ട് ഞാൻ പലരോട് പറയുന്ന ഒരു കാര്യം, ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡെസിഷൻ ആയിരിക്കും അത് എന്നുള്ളത്. നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഫിനാൻസ്, പക്ഷെ ഓൾസോ ഇൻ ടേംസ് ഓഫ് ഇന്നർ ഗ്രോത്ത്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞങ്ങൾക്ക് ആക്റ്റീവ് വുമൺ എന്ന് പറയുന്നത് ആദ്യം ഓർമ്മ തന്നെ ആയിരുന്നല്ലോ മല്ലികാമ്മേനെ. ശരിക്കും പറയാ ഷീസ് ആൻ എന്റർടൈനർ. അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും സിനിമയിൽ കാസ്റ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഐ മീൻ ഞാൻ ഷാനവാസ് സാറും അമ്മയുമായിട്ടുള്ള കോമ്പിനേഷൻ ഇൻ ടേംസ് ഓഫ് പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പലേരി സാറിന്റെ സ്ക്രിപ്റ്റിലെ കാരണം സെൻസ് ഓഫ് ഹ്യൂമർ അമ്മ അതിഗംഭീരമായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളൊരു അംശം കണ്ടിട്ടുള്ളല്ലേ ശരിക്കും. അമ്മ ഭയങ്കര അമ്മയുടെ വൈബ് തന്നെ ഭയങ്കര, എല്ലാത്തിലും ഹ്യൂമർ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സർക്കാസം ഉണ്ട് നന്നായിട്ട്. അതാണല്ലോ ഈ കോണ്ടന്റ്സ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് അല്ലേ. ഈ പറഞ്ഞ പോലെ സാറിന് ഒരു സിനിമ ഇപ്പൊ മലയാള സിനിമയുടെ ഭയങ്കര ഗോൾഡൻ ടൈം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ടൈമാണ്. ഒരുപാട് സിനിമകൾ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ആടുജീവിതമാണെങ്കിലും എല്ലാം. സോ എങ്ങനെ ആസ് എ മേക്കർ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫേസ് കാണുന്ന എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും? വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ഒന്നാമത് തിയേറ്ററിൽ ആളുകൾ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം. അതെല്ലാ കൈൻഡ് ഓഫ് ഇപ്പം ആടുജീവിതം പോലത്തെ ഒരു സിനിമ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു നോവലിനെ ബേസ് ചെയ്തൊരു സിനിമ അത് ഓടുന്നു. മഞ്ഞുമൽ ബോയ്സ് ഓടുന്നു, പ്രേമലു ഓടുന്നു, എല്ലാ കൈൻഡ് ഓഫ് സിനിമകളും, ഭ്രമയുഗം ഓടുന്നു. അപ്പോൾ ആളുകൾ എല്ലാ കൈൻഡ് ഓഫ് സിനിമകളെയും ആസ്വദിക്കുകയും അവർ തിയേറ്ററിൽ വരാനും തയ്യാറാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. ഇപ്പം ഞാൻ ഭ്രമയുഗം കാണുന്നത് പൊന്നാനിയിൽ നിന്ന്, എൻ്റെ നാട് പൊന്നാനിയാണ്. അപ്പോൾ ഞാൻ പൊന്നാനിയിൽ നിന്ന് തൊട്ടടുത്തുള്ള എടപ്പാള് തിയേറ്ററിൽ നിന്നാണ് സിനിമ കൂടുതൽ കാണാറ്. അപ്പോൾ അവിടേക്ക് വിളിച്ചപ്പം മാനേജർ പറഞ്ഞു ടിക്കറ്റ് ഇല്ല. പൊന്നാനിയിൽ വിളിച്ചപ്പോഴും ടിക്കറ്റ് ഇല്ല. അപ്പോൾ പൊന്നാനിത്തെ തിയേറ്റർ വരാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, ഒരു സീറ്റ് ഒഴിവുണ്ട്, ഷനാസിന് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ കണ്ടത് പൊന്നാനിയിലെ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഭ്രമയുഗം കാണാൻ വരുന്നുണ്ട്, സെക്കൻഡ് ഷോക്ക് വരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു ഭ്രമയുഗം കാണാം. പൊന്നാനിലെ ഉമ്മമാരൊക്കെ വന്ന് കണ്ടു പോവാണ്. അപ്പം സിനിമയെ ആളുകൾ കാണുന്ന രീതി മാറി, കുടുംബം മാറി. അത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഒരു സിനിമ ലവർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ആംബിയൻസും ഈ ഒരു അതിന് കാരണക്കാർ വ്യത്യസ്തമായ സിനിമ എടുത്ത ഫിലിം മേക്കേഴ്സ് തന്നെയാണ്. അവരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അവരിട്ട എഫേർട്ടിന്റെ ഒരു ഗുണമായിരിക്കാം ഞങ്ങളുടെ കട്ടിലും മുറിക്കൊക്കെ ഇനി ആളുകൾ കാണാൻ വരുന്നത്. ആ ഉത്സവ അന്തരീക്ഷത്തിൽ ഭയങ്കര സേഫ്സോ മറ്റേ ഡയറക്ടേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ് കൂടി ഉണ്ടല്ലോ. നമുക്കൊരു സിനിമ ഇറക്കാം, ആളുകൾ അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസും ആണല്ലോ ഇന്ന്. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും സിനിമകളെല്ലാം ഇത്രയും വിജയമാവുന്നത്. കാരണം ഓഡിയൻസ് ആണ് എപ്പോഴും ഒരു സിനിമയെ അതിന്റെ സക്സസും അതിന്റെ ഫെയിലിയറും ഇൻ ടേംസ് ഓഫ് ബിസിനസ് എന്ന രീതിയിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയൻസ് വരണം. അപ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർ നേരത്തെ പലതരം സിനിമകൾ വിജയിക്കുന്നു. അപ്പൊ അത്രയും അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ളത് ആണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഭയങ്കര പ്രത്യേകിച്ച് മലയാളത്തിലാണ് ഇങ്ങനത്തെ ഓഡിയൻസ് ഉള്ളതെന്ന് തോന്നുന്നു. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇത്രയും വ്യത്യസ്തമായ സിനിമകളെ ആസ്വദിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ സിനിമ പറ്റി കുറച്ചുകൂടി അറിവുള്ള ആളുകളും നമ്മൾ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ മാമിനും കുറച്ചുകൂടെ ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു വിഷ്വൽ ഉണ്ടായിരുന്നല്ലേ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ടിറങ്ങിയത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഭയങ്കര പേഴ്സണൽ ആണല്ലോ ഈ ആടുജീവിതവും പറഞ്ഞ ഈ കാലഘട്ടത്തെ സിനിമകളൊക്കെ. ശരിക്കും എത്രത്തോളം ഈ പറഞ്ഞ പോലെ പൃഥ്വി എന്നൊരു ആക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സണലി? ആ തിയേറ്ററിൽ നിന്ന് കരഞ്ഞു എന്ന് വെച്ചാൽ നജീബിന്റെ സിനിമ, നജീബിനെയാണ് കണ്ടിരിക്കുന്നത്. ഒരു പച്ചയായ മനുഷ്യൻ അനുഭവിച്ച ഒരു ദുരിതമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പം
മനസ്സുള്ള ആരുടെ ആണെങ്കിലും കണ്ണു നിറഞ്ഞു പോകും, സ്വാഭാവികമാണ്. പൃഥ്വിരാജിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ. അത് തന്നെയാണ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നജീബിനെയല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടത്. അപ്പൊ അത് ആസ് എൻ ആക്ടർ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു അതുവരെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിലെല്ലാം വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവനവനെ ഇത്രയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടെറീനിൽ കൂടെ കൊണ്ടുപോയി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ എടുത്ത് അതിനുവേണ്ടി വർഷങ്ങൾ മാറ്റി വെച്ച് അതിനെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയി അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സ്പേസ് തന്നെ ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ തീർച്ചയായിട്ടും സാഹചര്യങ്ങളും അനുകൂലമായിരിക്കണം. അങ്ങനെ എല്ലാം അനുകൂലമായി വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളി അദ്ദേഹം അത് ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. അത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. ആൻഡ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും യൂഫോറിക് മൊമെന്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ എപ്പോഴും രാജുവിനോട് പറയും ദ വേൾഡ് ഇസ് പ്രൗഡ്. ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും രാജുവിനെ കുറിച്ച് ആലോചിച്ച് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അവനവനെ പ്രൗഡാക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. നമുക്ക് നമ്മളെ തന്നെ പ്രൗഡാക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ അത് വേർതി ആയിരുന്നു ഈ ഒരു ഇത്ര യാത്ര. അത് എത്രയോ വലുത് ചെറുത് എന്നുള്ളതല്ല, നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിൻ്റെ വേർതി ആയിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക, അതിനെ സന്തോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ മൂമെന്റ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഹാപ്പിയുള്ള കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ അത് ഉറപ്പാണ്. ശരിക്കും ഈ ഹിന്ദി പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. തമിഴ് മദർ ടങ് ആണ്, മലയാളം. എപ്പോഴെങ്കിലും ലാംഗ്വേജ് ഭയങ്കര ബാരിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ലാംഗ്വേജ് ആണ് എൻ്റെ അസറ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭാഷ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മലയാളം തന്നെ ഞാൻ ചെറുപ്പത്തിലെ ആക്ച്വലി വീട്ടിൽ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഭയങ്കര ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് മാറിയത്. ചെറുപ്പകാലത്തിൽ എൻ്റെ ഓർമ്മയിൽ എല്ലാ റിലേറ്റീവ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ് ഭാഷയുടെ യൂസേജ് കൂടുതലായിരുന്നു വീട്ടിൽ സംസാരിക്കുന്നതും എല്ലാം. എക്സ്റ്റൻഡഡ് റിലേറ്റീവ്സ് എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് എറണാകുളത്ത് താമസിക്കുന്നത് കൊണ്ട് കൂടുതലും മലയാളം. അപ്പോൾ ആ സമയത്ത് എൻ്റെ മലയാളം വളരെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കറക്റ്റ് ആയിട്ടൊന്നും ആയിരുന്നില്ല, മിക്സ്ഡ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു വീട്ടിൽ 2 ഭാഷയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ മലയാള മനോരമയിലെ ബാലജന സഖ്യം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു വെർട്ടിക്കലുണ്ടായിരുന്നു. അതിൽ ചേർന്ന് ബാലജന സഖ്യത്തിലെ മെമ്പറായി കൂടുതൽ എന്നെ അത് ഹെൽപ്പ് ചെയ്തു. മാടക്കാപ്പള്ളി വേണുഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഇവിടെ എറണാകുളത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ലിറ്ററേച്ചറിൽ പ്രസക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ട്യൂഷൻ എല്ലാം പഠിക്കാൻ പോയത്. ഭാഷ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, ഒരാഗ്രഹം കൊണ്ട് തന്നെയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തമിഴ് ഒട്ടും ഫ്ലുവൻ്റ് ആയിരുന്നില്ല എൻ്റെ. ഞാൻ തമിഴ് പറയുമ്പോൾ എൻ്റെ അമ്മമ്മ പറയുമ്പോൾ ഉണ്ടാതിരിക്കാൻ ഇവളും അസിംഗമ്മ ഇവളും അസിംഗമ്മ യാരും പേസ മാട്ടാங்க വായ്മൂട് പറയും. അത്ര മോശമായിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ തമിഴ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സൺ ടി വി നോക്കിയാണ് ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ എഴുതാനും അക്ഷരങ്ങൾ കറക്റ്റായിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ കോലങ്ങൾ അഭിനയിച്ചതോടുകൂടി ശരിക്കും ആ ഒരു യൂസ് ചെയ്യും തോറും ഭാഷ ഭയങ്കര എളുപ്പമാണല്ലോ. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെങ്കിലും നമ്മളത് അപ്ലൈ ചെയ്യുകയാണല്ലോ. പ്രാണ തുടങ്ങിയ ശേഷമാണ് ഈ പറഞ്ഞ എൻ്റെ എല്ലാ സപ്പോർട്ട് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്കിൽ ആർട്ടിസൻസ് എല്ലാവരും ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെയാണ്. ഇവരുടെ അടുത്ത് വഴക്കടിച്ച് ഹിന്ദി കുറച്ചുകൂടെ എത്രയും. ഇപ്പൊ അങ്ങനെ പറ്റില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഹിന്ദിയിൽ ചെയ്യുന്ന 2 സീരീസ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു, 2 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊക്കെ പ്രോപ്പർ ഡിക്ഷൻ ട്രെയിനിങ് വേണം. കാരണം നമ്മൾ എന്തൊക്കെയാണെങ്കിലും വേറൊരു ഭാഷ നമ്മൾ സംസാരിക്കും, അത് വേറെ തന്നെയാണല്ലേ. നമുക്ക് മലയാളത്തിന്റെ ചൊവ്വയുണ്ടാവും, അതുപോലെയല്ല നമ്മളെ ക്യാരക്ടേഴ്സിന് അപ്പോൾ ലിമിറ്റേഷൻ വരും ഭയങ്കരമായിട്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് അതുമായി എഴുകി ചില കൂടുതൽ കഥാപാത്രങ്ങൾ കിട്ടണമെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ തന്മയത്വം വരണമെങ്കിൽ അവിടെയുള്ള ആ കഥാപാത്രം എങ്ങനെ ഹിന്ദി സംസാരിക്കും അതുപോലെ തന്നെ സംസാരിക്കണം. അതിന് പ്രോപ്പർ ഡിക്ഷൻ ട്രെയിനിങ്ങും കാര്യങ്ങളും വോക്കൽ ട്രെയിനിങ് എല്ലാം ഉണ്ട്. അതും ആ പ്രോസസ്സും ഭയങ്കര എൻജോയ്. ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ ഈ കൺവെൻഷണൽ സ്റ്റൈൽസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സന്തോഷ് ശിവൻ സാറിന്റെ പണ്ടത്തെ ഒരു ആഡ് ഉണ്ടല്ലോ, ഈ ബാംഗ്ലൂർ മോഡൽസ് വന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഹോൾ മാർക്കറ്റ് വേറെ ഭയങ്കര വണ്ടടിച്ചിരുന്ന ഒരു ഗൗൺ ഇട്ട് ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ആയിട്ട് പുണ്യമാൻ വരുന്ന അന്ത് ടൈം. ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 24. 24. അപ്പൊ ഇത് അജിൻ ജനിക്കുന്നതിന് മുമ്പത്തെ കഥയാണല്ലോ. യു ഡിഡ് എ പ്രോപ്പർ ഹോംവർക്ക്. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചു? ഉണ്ട്. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ശരിക്കും ഉണ്ട്. ആക്ച്വലി ഒരു 25 വർഷം മുന്നേ ആദ്യമായിട്ട് അന്നത്തെ കാലത്തെ ആഡ്സ്, സോറി ഇടയ്ക്ക് ഇന്റർവ്യൂ, ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ബാംഗ്ലൂർ, മുംബൈ മോഡൽസ് വന്നിട്ടാണ്. ജനറൽ ക്യാമ്പയിൻസും കാര്യങ്ങൾക്കും ഒക്കെ കൂടുതലും പ്രിഫറൻസ് അവർക്കായിരുന്നു. ആ സമയത്താണ് BPL വന്ന സമയമാണ്. ഇലക്ട്രോണിക്സ് BPL ഫോൺ വരുന്നതിന് മുന്നേ BPL നെറ്റ്വർക്ക് വന്നല്ലോ. BPL വന്ന സമയത്താണ് ഒരു ആഡ്, BPL നാഷണൽ കമ്പനിയാണ്, അപ്പൊ നാഷണൽ ആഡാണ്. നാഷണൽ ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷ് സർ എന്നെ കാസ്റ്റ് ചെയ്ത്, അതിനകത്തുള്ള കാര്യയെ കുട്ടി പറയണേ അജിൻലെ, സോറി ഞാൻ കുട്ടി അജിൻ പറയുന്നത്, ആ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ഇതുണ്ടല്ലോ സ്ട്രീമിലൂടെ ഹൗസ് ബോട്ടില് ക്രിസ്ത്യൻ ബ്രൈഡ് വെയിലിട്ടിട്ട് ഉള്ളിൽ ഫോണ് സംസാരിക്കുന്നതാണ് ഷോട്ട്. ബ്യൂട്ടിഫുള്ളി ഷോട്ട് അത് ആക്ച്വലി. പൃഥ്വി പരിചയപ്പെടുത്തിയപ്പോഴല്ലേ ശരിക്കും ഉർമിയുടെ ലോഞ്ചിന് പൃഥ്വി ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴല്ലേ ആക്ച്വലി? അതെന്താ വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിക്കും ഇന്ദ്രൊന്നും ഇത് അറിയില്ല സ്വാഭാവികമായിട്ട്. അപ്പൊ പൃഥ്വി ആ ഉർമിയുടെ ലോഞ്ചിന്റെ സമയത്ത് സന്തോഷിനെ പരിചയപ്പെട്ടു സിസ്റ്റർ എന്ന് പറഞ്ഞ സന്ദർഭം ഹി സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പൊ തന്നെ രാജു ചോദിച്ചു അതെന്താ വി ഗോ വേ ബാക്ക്. അതൊരു ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് ആക്ച്വലി എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഡിഗ്രി, കറക്റ്റ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അജിൻ നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. താങ്ക് യു അജിൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തില്ലേ സർ, ഒരു കംഫർട്ട് ലെവലാണ്. നമ്മളെ കുറിച്ച് അത്യാവശ്യം വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ വൺസ് അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു കട്ടിലൊരു മുറി ടൈറ്റിൽ ഭയങ്കര അൺകൺവെൻഷനൽ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോസസ്സും ഈ പറഞ്ഞ പോലെ മലയാളികൾക്ക് കാണാത്ത ഇനി കാണാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് അറിയാം. സോ തിയേറ്ററിലും അത്തരം ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്.